ഇത് ഒരു പൊന്തക്കാടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി 25 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി വാങ്ങിയ കൊയ്ത്തിയന്ത്രങ്ങളിൽ ഒന്നാണിത്. ഇത്തരത്തിൽ 30ഓളം കൊയ്ത്തിയന്ത്രങ്ങളാണ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ കിടന്ന് നശിക്കുന്നത്. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി 30 കോടി രൂപ ചെലവിൽ 150 കൊയ്ത്തിയന്ത്രങ്ങളാണ് വാങ്ങിയത്. ഇതിൽ ക്ലാസ് എന്ന കമ്പനിയുടെ യന്ത്രങ്ങളാണ് കുട്ടനാടിന് അനുയോജ്യം എന്ന് കണ്ടെത്തി. വിദേശ കമ്പനിയായ കുബോട്ടയുടെ യന്ത്രങ്ങൾ കുട്ടനാടൻ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമല്ലെന്നും അതിനാൽ ഇത് പാലക്കാടിന് കൈമാറണമെന്നും ആവശ്യം ഉയർന്നിരുന്നു. ഒരിക്കൽ പോലും കുട്ടനാടിന്റെ പാടത്ത് ഇറങ്ങാത്ത കുബോട്ട യന്ത്രങ്ങളും തുരുമ്പ് പിടിച്ച് നശിക്കുന്നവയിൽ പെടുന്നു. കൊയ്യാനായി കൊണ്ടുവന്ന ഈ യന്ത്രങ്ങളിൽ ഇപ്പോൾ നെല്ല് കതിരിട്ട് നിൽക്കുന്ന കാഴ്ചയാണുള്ളത്. ഒരു പ്രാവശ്യം ഒരു സീസണിൽ പോലും ജോലി ചെയ്യാത്ത അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാത്ത പുതിയ മെഷീൻ വരെ ഇതിനകത്തുണ്ട്. പുതിയ മെഷീനും ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കർഷക ജനതയോട് കാണിക്കുന്ന ഏറ്റവും കുറ്റകരമായ ഒരു അനാസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ജില്ലാ ഭരണകൂടമാണ് പാടശേഖരങ്ങൾക്ക് കൊയ്ത്തിയന്ത്രം അനുവദിക്കുന്നത്. എന്നാൽ ഇതിന് പരിശീലനം സിദ്ധിച്ച സ്ഥിരം ഡ്രൈവർമാരില്ല. മണിക്കൂറിന് 500 രൂപ നിരക്കിലാണ് ഇവ ലഭ്യമാക്കുന്നത്. സർക്കാരിന്റെ കൊയ്ത്തിയന്ത്രം കാട് കയറി നശിക്കുമ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന യന്ത്രങ്ങളാണ് കുട്ടനാടൻ കർഷകർക്ക് ആശ്രയം. മണിക്കൂറിന് 2000 രൂപ വരെയാണ് ഇത്തരം യന്ത്ര ഉടമകൾ ഈടാക്കുന്നത്. ഈ ലാഭക്കച്ചവടത്തിന്റെ വീതം പറ്റാൻ ചിലർ നടത്തുന്ന ശ്രമമാണ് കുട്ടനാട് പാക്കേജ് പ്രകാരം വാങ്ങിയ യന്ത്രങ്ങൾ നശിക്കുന്നതിന് കാരണമെന്ന ആക്ഷേപം ശക്തമാണ്. ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം പ്രേംലാൽ, മീഡിയ 1 ആലപ്പുഴ.